ഹലോ, ഇന്ന് ഈസ്റ്ററാണ്. എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. ഈസ്റ്ററിൻ്റെ ഇന്നത്തെ ഇവിടുത്തെ ദിവസത്തെ നമ്മളുണ്ടാക്കുന്ന ഫുഡും കാര്യങ്ങളും ഇവിടുത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇന്നലത്തെയും കുറച്ച് നല്ല ഹാപ്പി മൊമെൻറ്റ്സ് ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അതും കൂടെ ഈ വീഡിയോയുടെ കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ. ഇത് ഈസ്റ്ററിൻ്റെ തലേ ദിവസമാണ് കേട്ടോ. തലേ ദിവസം ഞങ്ങൾ പൂട്ടിയാണ് കറി വെച്ചത്. ഈ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇച്ചായൻ്റെ അനിയനാണ്. ഇത് വീഡിയോ കോളിലുള്ളത് ഇച്ചായൻ്റെ അപ്പച്ചൻ്റെ പെങ്ങളാണ്. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് വിശേഷമൊക്കെ പറഞ്ഞ് പൂട്ടിയിരുന്ന് അരിയുമായിരുന്നു. ഇതാണ് ആൻറ്റി ജർമ്മനിയിലാണ്. ഇത് ഇച്ചായൻ്റെ അമ്മ. ഫാമിലിനെയൊക്കെ വഴിയെ ഞാൻ നല്ല ഡീറ്റെയിൽ ആയിട്ട് എല്ലാവരുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പൂട്ടി ഇവിടെ അടപ്പയിലായി. അടപ്പയിൽ വെച്ച് തന്നെ ഇവിടെ ഒരാൾ ടേസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് എൻ്റെ ഇച്ചായൻ ടേസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കറിക്ക് ടേസ്റ്റ് ഉണ്ടോ? അങ്ങനെ അന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരത്തെ പള്ളിയിലേക്ക് പോകാൻ ഇറങ്ങുവാണ്. ഈസ്റ്റർ കുർബാനയുണ്ട് രാത്രി. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഫാമിലി. അനിയൻ്റെ വൈഫ്, 2 പിള്ളേർ, ഞങ്ങളെല്ലാവരും കൂടെ പള്ളിയിലോട്ട് പോകാനായിട്ട് ഇറങ്ങി. കറി കയറി കഴിഞ്ഞാൽ പിന്നെ ബഹളമാട്ടോ. എല്ലാം 3 കൂടെ 3 തരത്തിൽ അലമ്പുണ്ടാക്കും. അതൊക്കെ ഒരു രസമാട്ടോ. അമ്മ വന്നില്ലായിരുന്നു ഇന്ന് ഞങ്ങളുടെ കൂടെ പള്ളിയിൽ. ഞങ്ങളെല്ലാവരും ഒരു വീട്ടിൽ തന്നെ ആട്ടോ. ഞങ്ങൾ ജോയിൻറ്റ് ഫാമിലിയാണ്. ഇതാണ് അനിയൻ്റെ മോൻ. ബാക്കി 2 ഇവിടെ ഉണ്ട്. പള്ളിയിൽ ചെന്നാൽ പിന്നെ പള്ളിമുറ്റം മൊത്തം ഇളക്കി മറിക്കുന്ന രീതിയിലുള്ള കളികളും ബഹളവും ആയിരിക്കും. സത്യത്തിൽ ഇതൊക്കെ കാണുമ്പോൾ ആരും കുർബാന കൂടാനാണോ പള്ളിയിൽ പോയത് ചോദിക്കരുത്. കാര്യം എൻ്റെ അടുത്ത് വന്ന് അവൻ പറഞ്ഞു എനിക്ക് തത്വനെ ഇങ്ങനെ കറക്കണം, എല്ലാം വീഡിയോ എടുക്കുന്ന എൻ്റെ അടുത്ത് പറഞ്ഞു. ഇതൊക്കെ ഒരു രസമാണ് കേട്ടോ. അവർ തമ്മിൽ ഇടിയാണ്, മൂട്ടലിടിയാണ്. പക്ഷേ തമ്മിൽ അവർക്ക് കാണാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ തന്നെയാണ്. അവർ 3 പേരും ഭയങ്കര സ്നേഹമുള്ള പിള്ളേരാണ്. ഉയർപ്പ് കഴിഞ്ഞ് രൂപത്തെ പ്രദക്ഷിണയ്ക്ക് ഇറക്കുകയാണ്. രൂപം തിരികെ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ നേർച്ചയിടാനായിട്ട് പോയി. ഭയങ്കര തിക്കും തിരക്കും ബഹളമൊക്കെ ആയിരുന്നു. എന്നാലും ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് പോയി ഈശോനെ കണ്ട് പ്രാർത്ഥിച്ച് നേർച്ചയൊക്കെ ഇട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഞാനും അനിയത്തിയും കൂടെ അവിടെ കാറും വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. ഞാനും അനിയനും കൂടെ പിള്ളേരെയും കൊണ്ട് കാർ എടുക്കാനായിട്ട് പോയി. അങ്ങനെ പിന്നെ അവർ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ കയറി പിന്നെ വീട്ടിലേക്ക്. ഇവരെല്ലാവരും ഫുഡ് കഴിച്ചിട്ടാട്ടോ പള്ളിയിലോട്ട് പോയത്. പക്ഷെ ഞാൻ കഴിച്ചിട്ടില്ലായിരുന്നു. എനിക്ക് 50 നോമ്പായിരുന്നു. അപ്പം ഞാൻ ഉയർപ്പ് കുർബാന കഴിഞ്ഞ് വന്നിട്ടേ നോമ്പ് പൊട്ടിക്കത്തുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, തമാശക്ക് പറഞ്ഞാണ് എനിക്ക് മന്തി വെച്ച് നോമ്പ് പൊട്ടിക്കണമെന്ന്. അങ്ങനെ ഇച്ചായൻ ഫ്രണ്ട്സിനോട് ആരോ പറഞ്ഞ് മന്തിയൊക്കെ വാങ്ങിച്ചു വെച്ചു. സത്യത്തിൽ ഞാൻ ഡയറ്റാട്ടോ, പക്ഷേ നോമ്പ് പൊട്ടിക്കാനുള്ളത് കാരണം ഇത് കഴിക്കുന്നതാണ്. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഡാഡിയും മോളും എനിക്ക് സർപ്രൈസായിട്ട് കൊണ്ട് തന്നതാണ്. മന്തി കൊണ്ടുവന്ന് തന്നു. ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഈസ്റ്റർ ഡേ ആയി. ഈസ്റ്റർ ഡേ രാവിലെ തന്നെ അമ്മ ഇന്നലെ പോയില്ലായിരുന്നല്ലോ പള്ളിയിൽ. അപ്പോൾ അമ്മേനെ രാവിലെ കൊണ്ട് പള്ളിയിലാക്കാൻ പോവുകയാണ്. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് ഓട്ടിയും സ്റ്റൂ ഉണ്ടായിരുന്നു. സ്റ്റൂ ഉണ്ടാക്കി. അമ്മച്ചി ചേച്ചിയാണ് ഉണ്ടാക്കിയത്. അതിൻ്റെ അടിപൊളിയായിട്ട് കുക്ക് ചെയ്യും. പിന്നെ പൊറോട്ടയാണ് വാങ്ങിച്ചത്. കാണിച്ചു തരാം. കറി നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു. ഇത് ഞാൻ പാത്രത്തിലോട്ട് കോരി മാറ്റി കഴിഞ്ഞുള്ള വീഡിയോയാണ്. ഉച്ചക്കത്തേക്കുള്ള ചിക്കനും കൂടെ ഇതിൻ്റെ ഇടയ്ക്കൂടെ വറുത്തേക്കാമെന്നങ്ങ് കരുതി. ഇതാണ് കേട്ടോ അമ്മയുടെ ചേച്ചി. റെഡ് അമ്മയുടെ ചേച്ചി.
പിന്നെ ഇപ്പോഴത്തെ അങ്കിൾ ഇരിപ്പുണ്ട്. അവരിരുന്നത് ഓരോ വിശേഷമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഉള്ളിയൊക്കെ പൊളിച്ച് എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇത് അനിയൻ്റെ മോളാണ് കേട്ടോ. അവളിങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വന്ന് അമ്മ 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 എന്ന് വിളിച്ചുകൊണ്ട് കൊടുപ്പേ പിടിച്ച് തൂങ്ങിക്കൊണ്ടിരിക്കും. ഞാൻ അവളെ ചുമ്മാ എടുത്ത് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മീമി, ഇത് ചിക്കൻ. പറഞ്ഞ വേണോ? ചിക്കൻ വേണോ? എന്താ വേണ്ട? ചിക്കൻ. ആ വേണം. ആ വേണോ? ഇതാണ് എൻ്റെ തത്തുമ്മ, എൻ്റെ തത്തൂട്ടി. ആള് നല്ല ഉറക്കമാണ്. എല്ലാവരും അവരവരുടേതായ ഓരോ തിരക്കിലും പണിയിലും ഒക്കെയാണ്. ഈ വീഡിയോ ഒക്കെ ഉള്ളത് ഇച്ചായൻ്റെ ചേട്ടൻ്റെ മോനാട്ടോ, സിയാച്ചൻ. അവർ ന്യൂസിലൻഡിലാണ് ഫാമിലി ആയിട്ട്. ഇച്ചായൻ്റെ ചേട്ടനൊക്കെ, ഇച്ചായനൊക്കെ 3 ആൺമക്കളാണ്, ഒരു പെണ്ണും. ചേച്ചി തൈക്കലാണ് അയച്ചേക്കുന്നത്. ചേച്ചി ഇപ്പോൾ ഇവിടെ ഇല്ല, ചേച്ചി ഇസ്രായേലിലാണ്. ഇതിൻ്റെ ഇടയ്ക്ക് കുക്കിങ്ങും പിന്നെ ഇത് കണ്ടില്ലേ, ഈ കുരുപ്പിൻ്റെ ഓരോ കുരുപ്പത്തരവും ഉണ്ട്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് പൊറോട്ടയും ആണ് ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വാങ്ങിച്ചത്. പിന്നെ നല്ല ബീഫ് സ്റ്റൂവും ഇന്നലത്തെ പോട്ടിയും ഒക്കെ ആയിട്ട് ഇതേ അമ്മതേ പാത്രവും ഒക്കെ ആയിട്ട് വന്നു. എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കാൻ പോവാണ്. ഇക്കൂട്ടം മാത്രമേ എണീറ്റിട്ടുള്ളൂ കേട്ടോ. യോക്കും തത്തുവും ഇന്നലെ പാതിരാ കുർബാന കഴിഞ്ഞ് വന്ന ക്ഷീണമാണ്, ഉറങ്ങുവാണ്. ഈ താഴെ ഇരിക്കുന്നത് ഞങ്ങളുടെ ഒരു ചേട്ടൻ തന്നെ കേട്ടോ, അനീഷേട്ടൻ. അനീഷേട്ടൻ അമ്മച്ചിയുടെ വേറൊരു ചേച്ചിയുടെ മോനാണ്. ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ദേ ഇവിടെ ഒരാൾ ഞാൻ ഹെൽപ്പ് ചെയ്ത് തരാമെന്നും പറഞ്ഞ് പിന്നെയും കിച്ചണിലോട്ട് വന്നേക്കുവാണ്. ആൾ ചിക്കൻ കറി വെക്കാനായിട്ട് എനിക്ക് സവാള വഴറ്റിക്കൊണ്ട് നിൽക്കുവാണ്. എല്ലാവരും വരും കേട്ടോ ഹെൽപ്പ് ചെയ്യാനായിട്ട്. എല്ലാവരും കൂടെ ഉള്ളത് കാരണം പിന്നെ ഒരുപാട് എന്താ പറയുക, ഒരുപാട് സ്ട്രെസ്സൊന്നുമില്ല. നല്ല ഹാപ്പി ആയിട്ടൊന്ന് കുക്ക് ചെയ്യാനൊക്കെ പറ്റും. അപ്പോഴേക്കും അനിയത്തി വന്ന് പേരക്ക കൊണ്ടുവന്ന് തന്നതാണ്. നമുക്കിവിടെ ഒരു പേരമരമുണ്ട്. അപ്പം പുള്ളിക്കാർ പുറകിൽ തൂക്കാനായിട്ട് പോയപ്പോൾ അവിടുന്ന് പേരക്ക പറിച്ചുകൊണ്ട് വന്ന് പേരക്ക കൊണ്ടുവന്ന് തന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചുകൊണ്ട് വന്ന് പിന്നെ അടുത്ത കുക്കിങ്ങിൻ്റെ പരിപാടിയിലോട്ട് മാറി. ഇത് പന്നിയാണ്. പോർക്ക് ഇന്നലെ ആൻറ്റി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോർക്ക് കറി വെച്ച് അടപ്പയിലോട്ടാക്കി. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കുക്കിങ്ങിൻ്റെയൊക്കെ വീഡിയോസ് പറഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇട്ട് തരാം. പിന്നെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഈസ്റ്റർ വിഭവങ്ങൾ. ചോറ്, ബീൻസ് തോരൻ, പന്നി ഫ്രൈ ആണ്, മോര്, ചിക്കൻ കറി വെച്ചത്, മീൻ. അങ്ങനെ ഇതെല്ലാം കൂടെ ചേർത്ത് ഹാപ്പി ആയിട്ടൊരു പിടിച്ച് ഈസ്റ്റർ ഞങ്ങൾ അടിപൊളിയായിട്ട് കഴിച്ചു. അതിനുശേഷം ഇവരുടെ ഒരു റീൽസ് എടുക്കലായിരുന്നു കേട്ടോ. ഇത് ഇച്ചായൻ്റെ അമ്മയുടെ ആങ്ങളയുടെ മോളാട്ടോ, അച്ചുമോൻ. അങ്ങനെ അവർ ആങ്ങളെയും പെങ്ങളും കൂടെ നിന്നൊരു റീൽസ് എടുത്തു. ഇതിൻ്റെ നല്ല വീഡിയോ നല്ല യൂട്യൂബ് ഷോർട്സിൽ ആഡ് ചെയ്തേക്കാം. അതിനുശേഷം ഞങ്ങൾ ചെല്ലാനത്തോട്ട് പോകാം കേട്ടോ. ഞാനൊരു ചെല്ലാനത്തുകാരത്തിയാണ്. അപ്പം ഈസ്റ്റർ അല്ലേ, വീട്ടിൽ പോയി ഇത്തിരി ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടത്തില്ല. അങ്ങനെയാണല്ലോ എല്ലാവർക്കും. നമ്മുടെ പാരൻസും നമ്മളെ കാത്തിരിക്കുമല്ലേ. അപ്പം ഞങ്ങളിത് വീട്ടിലോട്ട് പോകുന്ന വഴിയാണ്. ഞങ്ങൾ ഓട്ടോയ്ക്കാണെന്ന് പോയത്. പിന്നെ ഇത് ഇലക്ഷനൊക്കെ ആയത് കാരണം റോഡിലൊക്കെ ഭയങ്കര തിരക്കും ബഹളമൊക്കെ ആയിരുന്നു. ഞാനും ഇച്ചായനും തത്തും യോക്കും കൂടെയാണ് പോയത്. അവന് ചെല്ലാനത്ത് വരാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചെല്ലാനത്ത് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവൻ എന്നോട് ഞാനും വരുവാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടെ ചെല്ലാനത്തോട്ട് പോയി. ഇതെൻ്റെ അപ്പച്ചനും അമ്മച്ചിയും കേട്ടോ, എൻ്റെ അച്ചാച്ചനും അമ്മച്ചിയുമാണ്. ഞങ്ങൾ 3 മക്കളാട്ടോ. എനിക്ക് 2 ചേട്ടന്മാരാണുള്ളത്. മൂത്ത ചേട്ടനും പുറത്ത് ജോലി ചെയ്യുവാണ്. ചേച്ചിയും കൊച്ചും ഇവിടെ ഇല്ല. അവർ ചേച്ചിയുടെ വീട് കുത്തിയതോടെ അവിടെ അവരൊന്ന് പോയേക്കുവാണ്. രണ്ടാമത്തെ ആൾ പള്ളിയിലച്ഛനാട്ടോ, സെബാസ്റ്റ്യൻ വലിയ വീട്ടിൽ എന്ന പേര്.
അങ്ങനെ അവിടെ ചേച്ചി നല്ല സൂപ്പർ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇത്രയുള്ള വിശേഷങ്ങൾ. എൻ്റെ ഈസ്റ്റർ ഡേ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനിയും പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് വരാം. ഓക്കെ, ബൈ ബൈ.